ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഇന്ന് ഞാൻ അവലും കൊണ്ട് ഇലയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാനിവിടെ ഒരു തവി ഗോതമ്പ് പൊടിയും അര തവി അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെള്ള അവലെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പോയി തേങ്ങ തിരുമിയിട്ട് വരാമേ. ഇവിടെ 2 വാഴപ്പഴവും എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വാഴയില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അവൽ, കരിമ്പ് ശർക്കര, പഴം, തേങ്ങ തിരുമിയത്, ഏലക്ക, പിന്നെ നല്ല ജീരകം എല്ലാം കൂടി ഇട്ട് ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണേ. പഴവും നല്ല ടേസ്റ്റാണേ. ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യൂ. ഇവിടെ ഞാൻ മാവ് ഈ കട്ടിൽ കുഴച്ച് വെച്ച്, ഒത്തിരി ഹാർഡായിട്ട് കുഴയ്ക്കാൻ പാടില്ല. ഇനി ഈ വാഴ ഇലയുടെ മുകളിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കൈയൊന്ന് ഇങ്ങനെ വെള്ളത്തിൽ തൊട്ട് നമ്മളിങ്ങനെ മാവിങ്ങനെ സ്പ്രെഡ് ചെയ്തു ഇലയിൽ, വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് വെച്ച് വേണം നിങ്ങളിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ. നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്കകത്തോട്ട് ഫില്ലിങ് വെക്കാമേ. എന്നും ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിൻ്റെ പകരം ഇടയ്ക്ക് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കണം. എന്നിട്ടിത് ഇങ്ങനെ അങ്ങ് മടിക്കണം. ഇങ്ങനെ അങ്ങോട്ട് എല്ലാം കൂടി ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് വെച്ച് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. സ്റ്റീം കൊണ്ടാണ് ഇത് വേകുന്നത്. ഒരു 20-25 മിനിറ്റ്സ് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിനകത്തോട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ഇലയപ്പം റെഡി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അവലും പഴവും ചേർത്ത് ഇലയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുണ്ട്, സോഫ്റ്റ് ഇലയപ്പം. നമ്മൾ ആ മാവിനകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു. അതാണ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. അടിപൊളി, സൂപ്പർ. നമ്മളിങ്ങനെ വാഴയിലക്കകത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ വിറ്റാമിനൊക്കെ കിട്ടും ഈ ഇലക്കകത്തുള്ളത്. പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ വാഴയിലക്കകത്തിൻ്റെയോ ആഹാരമൊക്കെ ഉണ്ടാക്കുകയും പൊതിച്ചോറൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അടിപൊളി ഇലയപ്പം. അവൽ ഇലയപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സൂപ്പറാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.